ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 14 തീയതി റിലീസ് ചെയ്യാനായിട്ട് പരാശക്തി ഇപ്പോൾ ജനുവരി 10 തീയതിയിലേക്ക് പ്രീപോൺ ചെയ്തേക്കാണ്. അതായത് തലപതി വിചാരം ജനനായകൻ റിലീസ് ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. ആര് ജയിക്കും ആര് വീഴും അതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാഷ് വെച്ചതുകൊണ്ട് എങ്ങനെയൊക്കെ ഗുണം ചെയ്യുന്നു നമുക്ക് നോക്കാം. ആദ്യം ശിവകാർത്തികന്റെ പരാശക്തിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ 14 തീയതി റിലീസ് ചെയ്യുന്നതിന് 10 തീയതിയിലേക്ക് പ്രീപോൺ ചെയ്തിരിക്കുകയാണ്. അത് അവർക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നത് വെച്ചാൽ തലപതി ഒരു ബ്രാൻഡാണ്, നമുക്കും അറിയാം അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനനായകൻ എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് വന്നാൽ അത് പരാശക്തിക്ക് നല്ലപോലെ ഗുണം ചെയ്യും. അതെങ്ങനെ ഗുണം ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ജനനായകൻ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് മിക്ക സ്ക്രീനും ജനനായകൻ തന്നെ ആയിരിക്കും. പിറ്റേന്നത്തെ ഫസ്റ്റ് ഷോയിൽ തന്നെ തമിഴ്നാട്ടിലെ ആകെ സ്ക്രീനുകളിൽ 800 പരാശക്തിക്കും 240 സ്ക്രീനുകൾ മാത്രം ജനനായകന് കൊടുക്കത്തുള്ളൂ. ജനനായകന് ഫസ്റ്റിലെ നെഗറ്റീവോ അല്ലെങ്കിൽ മിക്സ്ഡ് റിവ്യൂ വരുന്നെങ്കിൽ പിറ്റേന്ന് പരാശക്തിക്ക് പോസിറ്റീവായി കിട്ടുന്നെങ്കിൽ ആ 240 സ്ക്രീനിൽ നിന്ന് പിന്നെയും ജനനായകന് സ്ക്രീൻ കൊണ്ട് കുറഞ്ഞേ വരത്തുള്ളൂ. കുറയ്ക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കുറയത്തൊന്നുമില്ല. പരാശക്തിക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്നതുകൊണ്ട് കുറച്ചുകൂടെ സ്ക്രീന് അങ്ങോട്ട് കൊടുക്കുമെന്ന് മാത്രം. ജനനായകന് നെഗറ്റീവ് റിപ്പോർട്ട് വരുന്നതാണ് പരാശക്തി കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ. ഇതിൽ രണ്ടാമത്തെ ഒരു പ്ലസ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ പരാശക്തിയുടെ ഡയറക്ടർ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യയുടെ സുര റിപ്പോർട്ടറൊക്കെ ഡയറക്ട് ചെയ്തില്ലേ, സുധാ കൊങ്കാര, പുള്ളിക്കാരത്തി തന്നെ. പുള്ളിക്കാരത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗ്യാരണ്ടി ഉള്ള സിനിമയാണ്. നമുക്ക് ലോകേഷ് കനകരാജിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. കൂലിയെ മാറ്റി നിർത്തിക്കോ അത് പോട്ടെ. പക്ഷേ പുള്ളിയുടെ അടുത്തൊരു സിനിമ വന്നാൽ നമ്മൾ പോയി കാണത്തില്ലേ. അതുപോലെ ഒരു ബ്രാൻഡായിട്ടുള്ള ഡയറക്ടർ തന്നെയാണ് സുധാ കൊങ്കാര. ജനനായകൻ സ്ക്രീൻ കൗണ്ട് കുറയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം ആഡ് ചെയ്തേക്കാം. ഇത്ര നേരം നിങ്ങൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ജനനായകൻ്റെ ഭാഗത്തോട്ട് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, ജനനായകന് മിക്സ്ഡ് റിവ്യൂ വരുന്നതെങ്കിൽ വെച്ചോ, സിനിമയുടെ സ്റ്റോറിയും വലിയ ഡെപ്തല്ലെന്നങ്ങ് വെച്ചോ. പക്ഷേ ഇതൊരിക്കലും ഒരു വാരിസ് പോലത്തുള്ള സിനിമയല്ല. നല്ല രീതിക്ക് മാസ് എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇതിന് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാൻസിനെ അർമാദിക്കാനായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിലുണ്ടായിരിക്കുന്നു. ഇപ്പോൾ സിനിമയുടെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയ സെക്കൻഡ് സിംഗിൾ ഒരു പേരേ വരലാൻ, ആ പാട്ട് എൻ്റെ കിടിലുമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഈ 1-2 കാര്യം തന്നെ സിനിമ കയറി കൊടുത്താനായിട്ട്. ഇങ്ങനത്തെ എലമെന്റ്സ് മാത്രമേ ഉള്ളെങ്കിലും സിനിമ 500 കോടി ഗ്യാരണ്ടി ആയിരിക്കും. കാരണം അത് വിജയ് എന്ന ബ്രാൻഡ് അതിനകത്തുള്ളതുകൊണ്ട്. ഇതിപ്പോൾ വിജയ് സെൻഡ് ഓഫ് ആയതുകൊണ്ട് 2-3 വട്ടം സിനിമ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അത് മാറി ചിലപ്പോൾ 5 വട്ടം വരെ ആവാൻ ചാൻസ് ഉണ്ട്. ആ സിനിമയുടെ കളക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പുള്ളി ഇനിമേൽ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ആ ഒറ്റ കാരണം കൊണ്ട് കണ്ടേ പറ്റൂ. ഇപ്പം കിട്ടിയ ചാൻസ് പിന്നെ കിട്ടില്ല. മിക്സ്ഡ് റിവ്യൂ വന്നാലും നെഗറ്റീവ് റിവ്യൂ വന്നാലും 500 കോടി വന്നാലും കൺഫേം ആയിരിക്കും. അത് വരുന്നത് പോസിറ്റീവ് റിപ്പോർട്ടോ ഇല്ലാതെങ്കിലോ പരാശക്തിയുടെ കാര്യം ഗോവിന്ദ. ജനനായകനാണോ പോസിറ്റീവ് വന്നാൽ പരാശക്തിക്ക് പോസിറ്റീവ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷെ 14 10 മാറ്റിയപ്പോൾ അത് കളക്ഷനെ നന്നായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ ജനനായകന്റെ കളക്ഷന് നന്നായിട്ട് ബാധിക്കും. ഇനിയിപ്പോൾ പരാശക്തിയോട് ഏറ്റവും വേണ്ടി ജനനായകൻ ജയിച്ചെന്നങ്ങ് വിചാരിക്കുക. അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂ വന്ന് സിനിമയുടെ കളക്ഷൻ നന്നായിട്ട് കുറഞ്ഞെന്നങ്ങ് വിചാരിക്കുക. സ്ക്രീൻ കൗണ്ട് കുറഞ്ഞു വരുന്നതെന്ന് വിചാരിക്കുക. 23-ാം തീയതി ജനനായകൻ അടുത്തൊരു വെല്ലുവിളി ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും. ആ 23-ാം തീയതിയാണ് അജിത്തിന്റെ മങ്കാത്ത റിലീസ് ചെയ്യുന്നത്. ആ സിനിമ ഏത് റേഞ്ചാണെന്ന് നമുക്കറിയാം. അജിത്തിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് മങ്കാത്ത. എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. വിജയ്ക്ക് ഗില്ലി എങ്ങനെയാണോ അതുപോലെയാണ് അജിത്തിന് മങ്കാത്ത. ആ സിനിമയ്ക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. അതും കൂടി വരുമ്പോൾ ജനനായകന്റെ കളക്ഷന് നന്നായിട്ട് ബാധിക്കും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് വിജയുടെ ലാസ്റ്റ് മൂവി എന്നാണ് പറയുന്നത്. അതായത് വിജയ് ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റിയ ലാസ്റ്റ് ടൈം. അഥവാ ഇനി എന്തെങ്കിലും വരണമെങ്കിൽ റിലീസ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ 2025 ഒരു വിജയ് സിനിമ ഇല്ലാത്തതിന് ക്ഷീണം പിള്ളേർ ഫസ്റ്റ് തന്നെ തീർത്തിരിക്കും. ജനനായകൻ 1000 കോടി അടുപ്പിച്ചിട്ട് പിള്ളേർ പോകത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ ഒരു കാര്യം പറയാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. നിങ്ങൾ ഇങ്ങനത്തെ ഇതുകൊണ്ടൊക്കെയാണ് കൊണ്ട് ക്ലാഷ് വെക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരാടവും ഞങ്ങളുടെ എൻ്റെ രോമത്തിൽ പോലും നിർത്തില്ല. കാരണം അബുദിയുടെ ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന മിക്ക സിനിമയും മിക്സ്ഡ് റിവ്യൂ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ലിയോയും ഉണ്ട്. ലിയോയ്ക്ക് പിന്നെ ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു കുഴപ്പം, ആ ഒരു കുഴപ്പം കൊണ്ട് മിക്സ്ഡ് റിവ്യൂ വന്നേ. പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗോട്ട് പോലും മിക്സ്ഡ് റിവ്യൂ കിട്ടിയിട്ട് 450 കോടിയാണ് നേടിയിരിക്കുന്നത്. അതിന് മുമ്പ് വന്ന ലിയോയ്ക്ക് മിക്സ്ഡ് റിവ്യൂ കിട്ടിയിട്ട് 600 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയത്. പുള്ളിയുടെ നെഗറ്റീവായിട്ടുള്ള സിനിമകൾ നോക്കിയാൽ ബീസ്റ്റ് 300 കോടിയാണ് നേടിയിരിക്കുന്നത്. വാരിസ് നോക്കിയാലോ, വാരിസൊക്കെ ആണെങ്കിൽ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. പക്ഷെ അതുപോലും 300 കോടിയാണ് നേടിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, പുള്ളിയുടെ മൂവിക്ക് നെഗറ്റീവ് റിവ്യൂ വരുന്നെങ്കിൽ പോലും അതിന് പോലും 300 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. മിക്സ്ഡ് റിവ്യൂസ് കിട്ടുന്ന മൂവിക്കോ 500-600 കോടിക്ക് മേളി. അഥവാ ജനനായകന് നെഗറ്റീവ് റിപ്പോർട്ടാണ് വരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ 300 കോടി കൺഫേം ആയിരിക്കും. അഥവാ അത് മിക്സ്ഡ് റിവ്യൂ ആയിട്ടാണ് വരുന്നെങ്കിലോ 600 അല്ലെങ്കിൽ അതിലും മേളിൽ കൺഫേം ആയിരിക്കും. എന്താ ശരിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. അഥവാ ജനനായകന് പോസിറ്റീവ് റിവ്യൂ എല്ലാം വരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഇതിൽ ഞാൻ പറയുന്നെങ്കിൽ 1000 കോടി കൺഫേം ആയിരിക്കും. ഇത് കേൾക്കുമ്പോൾ പുച്ഛിക്കുന്ന ചിലരൊക്കെ ഉണ്ടായിരിക്കും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, തമിഴ് സിനിമാസ് അധികം നോർത്തിൽ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇന്ത്യയിൽ 1000 കോടി അല്ലെങ്കിൽ 2000 കോടി നേടിയ സിനിമകളുടെ ഭൂരിഭാഗം കളക്ഷൻ കിട്ടിയത് നോർത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ പുഷ്പ 2 വെക്കുന്നിടത്ത് നോക്കി, അത് നമുക്ക് മിക്കവർക്കും അത് പിടിച്ചിട്ടില്ല ആ സിനിമ. എന്നിട്ട് അതെങ്ങനെ 2000 കോടി നേടിയേ? ഇങ്ങനെയൊക്കെ തന്നെ അവരൊക്കെ അങ്ങോട്ട് പ്രോപ്പറായിട്ട് പ്രൊമോഷൻ കൊടുക്കും. തമിഴ് ഇൻഡസ്ട്രി പ്രോപ്പറായിട്ട് പ്രൊമോഷൻ ചെയ്യാത്തതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം. അവർ പ്രോപ്പറായിട്ട് പ്രൊമോഷൻ ചെയ്തെങ്കിൽ തമിഴ്നാട്ടിൽ 1000 കോടി കളക്ഷൻ നേടിയൊരു സിനിമ ഉണ്ടായേനെ. ജനനായകൻ റിലീസിനോട് എടുക്കുമ്പോൾ നല്ലൊരു പ്രൊമോഷൻ നടത്തിയ സിനിമ എന്തായാലും 1000 കോടി നേടും. പോസിറ്റീവ് വന്നാൽ 1000 കോടി നേടിയിരിക്കും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രൊമോഷൻ കൊടുത്തിരിക്കണം. ഇനി ശിവകാർത്തികേയൻ കരിയർ ബെസ്റ്റ് സിനിമ നോക്കിയാൽ പുള്ളിക്ക് ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമ എന്ന് പറഞ്ഞാൽ അത് അമരനാണ്. അത് അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. അധികം നെഗറ്റീവ് ഒന്നും ഒരിടത്തൊന്നും കേട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ശിവകാർത്തികേയനും എനിക്കിഷ്ടമാണ്. പക്ഷേ തളപതി കഴിഞ്ഞ് മാത്രം. ഈ അമരൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് 300 കോടിയാണ്. എന്ന് വെച്ചാൽ വിജയുടെ നെഗറ്റീവ് സിനിമ കിട്ടുന്ന അതേ കളക്ഷൻ കണ്ടോ? അവിടെ തന്നെ ഉണ്ട്. പുള്ളിയുടെ പോസിറ്റീവ് സിനിമ അമരൻ, അതിന് കിട്ടിയത് 300 കോടി. എന്നിട്ട് എവിടെ കൊണ്ട് ക്ലാഷ് വെക്കുന്നത്?
എടാ ഇവന്മാർക്ക് എന്ത് ബോധമൊന്നുമില്ലേ? ഇനി സിനിമയ്ക്ക് കിട്ടിയ റേറ്റിങ്ങുകൾ നോക്കാം. ശിവകാർത്തികേയൻ്റെ റേറ്റിംഗ് നോക്കാം. പുള്ളിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ അമരന് പോലും കിട്ടിയത് 8.1 ആ. ആ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, 8.1. ഇതേസമയം വിജയുടെ ഗോട്ടിൻ്റെ എടുത്ത് നോക്കിയാലോ 5.7. ഈ 5.7 റേറ്റിംഗ് വെച്ച സിനിമ 450 കോടി രൂപ ബോക്സ് ഓഫീസിൽ നേടിയത്. എന്താല്ലേ, ഈ 8.1 ഒക്കെ അണ്ണൻ്റെ സിനിമയ്ക്ക് കിട്ടിയെങ്കിൽ എന്നെ 1000 കോടി അടിച്ചേനെ. ശരിയാണ്, ശിവകാർത്തികേയൻ നല്ലൊരു നടനാണ്. എന്ന് വെച്ച് ഇങ്ങനെ ക്ലാഷൊക്കെ വെക്കണോ? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് ഒരു കോമ്പറ്റീഷൻ കൊടുത്തോണ്ടിരിക്കുന്ന ആളെ വിജയ്. എന്നിട്ട് എന്തിനാടാവേ, നീ എന്ന് ഇതൊന്നും അറിയുന്നില്ലേ? ചിലപ്പോൾ അടുത്ത തലപതി ശിവകാർത്തികേയനായിരിക്കാം. അതിപ്പോഴല്ല, പിന്നെ അണ്ണ സിനിമയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട്. തലപതി ഇനി സിനിമയെ തുടരോ ഇല്ലയോ എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണണമെന്നുണ്ടെങ്കിൽ മേളിൽ ഐബണ്ണി കൊടുത്തേക്കാം. ഇനി പരാക്ഷൻ്റെ തമിഴ്നാട്ടിൽ എത്തിച്ച് റിലീസ് ചെയ്യുന്ന ആരാ നോക്കിയാൽ റെഡ് ജെയിൻസ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. പ്രൊഡക്ഷൻ കമ്പനി അറിയാൻ നോക്കിയാൽ നമ്മുടെ തലപതിയുടെ TV-യുടെ എതിർ പാർട്ടിയായ DMKയുടെ മെയിനാണ് ഉദയനിധി സ്റ്റാലിൻ തന്നെ. അപ്പോൾ ഇലക്ഷൻ മുമ്പായിട്ട് അവർ തമ്മിൽ ഒരു ക്ലാഷ്. തമിഴ്നാട്ടിൽ പുള്ളി സിനിമ എത്തിക്കുന്നുണ്ട് 66% പരാശക്തിക്ക് സ്ക്രീൻ കൗണ്ട് പോകും. ബാക്കിയുള്ള 34% മാത്രമേ ജനനായകന് കിട്ടുള്ളൂ 14 തൊട്ട്. ഇതൊക്കെ കൊണ്ട് എൻ്റെ അണ്ണനെ വെല്ലുവിളിക്കുകയാണ്. കൊറോണ ടൈമിൽ തിയേറ്ററിൽ ആളില്ലാതെ ഇരുന്നപ്പോൾ മാസ്റ്റർ വെച്ച് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ഞങ്ങളുണ്ട്. ആ മാസം ഒന്നും ഒരുത്തനും കാണിച്ചിട്ടില്ലല്ലോ, ഇനി കാണിക്കാനും പോകുന്നില്ല. പിന്നെ പരാശക്തി ടീമിനോട് ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും അണ്ണനെ പേടിപ്പിക്കാൻ നോക്കില്ല മക്കളെ, പേടിക്കില്ല. ഈ ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയാം, അഥവാ പോസിറ്റീവ് അങ്ങനെ ജനനായകന് കിട്ടിയ 1000 കോടി കൺഫേം. പിന്നെ തലപതി പൂർണ്ണമായിട്ട് സിനിമ നിർത്തുന്നോ ഇല്ലെന്നുള്ള വീഡിയോ കാണാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നീട് കമൻറ്റ്. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ ഇട്ടെത്താം. അതുവരെയും